ഉമാശങ്കരി എന്ന പേരിനേക്കാൾ മലയാളികൾക്ക് കൂടുതൽ ഓർക്കാൻ എളുപ്പം കുബേരനിലെ ദിലീപിന്റെ നായിക എന്ന വിശേഷണമാകും. കുബേരനടക്കം ആകെ 3 മലയാള സിനിമകളിലെ താരം അഭിനയിച്ചിട്ടുള്ളെങ്കിലും ഇന്നും ഉമയെ മലയാളികൾക്ക് അറിയാം. പാതി മലയാളിയാണെങ്കിലും തിളങ്ങിയത് ഏറെയും തമിഴ് തെലുങ്ക് സിനിമകളിലാണ്. വിവാഹശേഷം അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത താരം പിന്നീട് വളരെ വിരളമായി മാത്രമാണ് സിനിമകളിൽ അഭിനയിച്ചത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം തന്റെ വിശേഷങ്ങളെല്ലാം ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അടുത്തിടെയാണ് തനിക്ക് അർബുദം സ്ഥിരീകരിച്ചുവെന്നും ചികിത്സയിലാണെന്നും നടി വെളിപ്പെടുത്തിയത്. ഇത് എളുപ്പമാണെന്ന് താൻ നടിക്കാൻ പോകുന്നില്ല. എനിക്ക് പ്രാരംഭഘട്ടത്തിലുള്ള സ്തനാർബുദമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ആദ്യം ഞെട്ടൽ, പിന്നെ നിഷേധം, അവിശ്വാസം, വീണ്ടും നിഷേധം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എളുപ്പമായിരുന്നില്ല. അത് അംഗീകരിക്കുന്നതും അത്ര എളുപ്പമല്ലായിരുന്നു. എന്തുകൊണ്ട് ഞാൻ, എന്തുകൊണ്ട് ഇപ്പോൾ, ഇനി എന്ത് സംഭവിക്കും എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി. ഇത്തരമൊരു വാർത്ത കേൾക്കാൻ ഒരിക്കലും ആരും പൂർണ്ണമായി തയ്യാറാകില്ല. എനിക്കും എന്റെ കുടുംബത്തിനും അത് തന്നെയായിരുന്നു അവസ്ഥ. ഭയത്തിനിടയിലും അവർ എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ ഹൃദയം വേദനിക്കുന്നു. എന്നാൽ കണ്ണീരിനും പ്രാർത്ഥനകൾക്കും കുടുംബത്തിന്റെ അചഞ്ചലമായ പിന്തുണയ്ക്കുമിടയിൽ ഞെട്ടലിൽ നിന്ന് യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിലേക്കുള്ള യാത്ര എന്റേതായൊരു അനുഭവമായി മാറി. പിന്മാറില്ല, കീഴടങ്ങുകയുമില്ല. ജീവിതത്തെ അതിന്റെ ഏറ്റവും യഥാർത്ഥ രൂപത്തിൽ അംഗീകരിച്ച് മുന്നോട്ട് പോവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ ഭർത്താവിനോട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയുന്നു. എന്നോടൊപ്പം ധൈര്യത്തോടെ നിന്നതിന് നന്ദി. എന്റെ മകനോട് നിന്റെ കരുത്തിനും സ്നേഹത്തിനും നന്ദി. എന്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെയും പിന്തുണയോടെയും പ്രത്യാശയോടെയും എനിക്കൊപ്പം ഉണ്ടായതിന് 1000 നന്ദി. നിങ്ങളുടെ ധൈര്യമാണ് എനിക്ക് കരുത്തായി മാറിയത്. ഇന്ന് എന്റെ ചികിത്സയുടെ ആദ്യ ദിവസമായിരുന്നു. ഓരോ ദിവസവും ഓരോന്നായി നേരിടാനാണ് എന്റെ തീരുമാനം. എന്നിലുള്ള മുഴുവൻ കരുത്തും ഉപയോഗിച്ച് ഈ രോഗത്തിനെതിരെ പോരാടും. പൂർണ്ണമായും രോഗമുക്തി നേടി തിരിച്ചു വരുമെന്ന് ഞാൻ സ്വയം വാക്ക് നൽകുന്നു. ഈ യാത്രയിൽ എനിക്കായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് താരം പറഞ്ഞത്. രോഗവിവരം വെളിപ്പെടുത്തി ഇപ്പോൾ പുതിയ പോസ്റ്റിലൂടെ 2ാം ഘട്ട കീമോയ്ക്ക് വിധേയമായപ്പോഴുള്ള അനുഭവം പങ്കുവച്ചു. കീമോ ഇമ്മ്യൂണോ തെറാപ്പിയുടെ 2ാം ഘട്ടത്തിലാണ് ഞാൻ. ഓരോ ദിവസവും ഓരോന്നായി മുന്നോട്ട് പോവുകയാണ്. കഠിനമായ ദിവസങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്ന് പഠിക്കുകയാണ്. അതേസമയം കരുത്തു തോന്നുന്ന ദിവസങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. എപ്പോഴും എനിക്കൊപ്പം ഉറച്ചു നിന്ന എന്റെ കുടുംബത്തിനും സ്നേഹവും പിന്തുണയും നൽകിയ എല്ലാ ആരാധകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ പോരാട്ടം തുടരുകയാണ്. രോഗമുക്തിയിലേക്കുള്ള യാത്രയിലാണ്.